ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത്. ആ പോസ്റ്റും അദ്ദേഹത്തിൻ്റെ പ്രതികരണവും താങ്കൾ കണ്ടു കാണും എന്ന് കരുതുന്നു. എന്തായിരിക്കാം കാരണം? ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇഷ്ടക്കാരനായിരുന്നു. ഇതുപോലെ ജോർജ് കുര്യൻ മന്ത്രിസഭയിലേക്ക് വന്ന പോലെ ഒരു സർപ്രൈസ് പിക്കായിരുന്നു അന്ന് രാജീവ് ചന്ദ്രശേഖരൻ. സംസ്ഥാന നേതൃത്വത്തിൻ്റെ താല്പര്യമോ ഒരു പക്ഷെ അതൃപ്തിയൊന്നും പരിഗണിക്കാതെയാണെന്ന് രാജീവ് ചന്ദ്രശേഖരൻ കേന്ദ്രമന്ത്രിസഭയിലേക്ക് വന്നത്. അന്ന് അങ്ങനെ കേന്ദ്രമന്ത്രിയാക്കിയ ഒരാൾ പിന്നീട് ഇപ്പോൾ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് കാൻഡിഡേറ്റ്ഷിപ്പ് ഒക്കെ കൊടുത്തിട്ട് പോലും ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കണമെങ്കിൽ എന്തായിരിക്കും അദ്ദേഹത്തെ അതിലേക്ക് നയിച്ചിട്ടുണ്ടാവുക? എങ്ങനെ കാണുന്നു താങ്കൾ? നമ്മൾ ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം എടുക്കുകയാണെങ്കിൽ 2016 അദ്ദേഹം നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് വരുന്നത്. അത് കർണാടകത്തിൽ നിന്ന് BJPയുടെ ആളായിട്ടല്ല, കർണാടകയിൽ പൊതുസമ്മതനായിട്ടുള്ളൊരു സ്വതന്ത്രനായിട്ടാണ് അദ്ദേഹം രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അന്ന് അതിന് മുൻകൈയെടുത്തത് ദേവഗൗഡയുടെയും കുമാരസ്വാമിയുടെയും നേതൃത്വത്തിലുള്ള ജനതാദൾ സെക്യുലറാണ്. ഒപ്പം തന്നെ വളരെ വിചിത്രമായൊരു സംഗതി നമ്മൾ അന്ന് കർണാടകത്തിൽ കണ്ടത്, കോൺഗ്രസ് ആകട്ടെ BJP ആകട്ടെ എല്ലാ പാർട്ടികളും കർണാടകത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് മലയാളിയായിട്ടുള്ള കർണാടകത്തിൽ വ്യവസായം ചെയ്യുന്ന ഒരു വലിയ പണക്കാരന് ഐക്യകണ്ഠ്യേന രാജ്യസഭയിലേക്ക് കൊണ്ടുവരുന്നു. ഇതിനാണ് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ മോഡി അധികാരത്തിലേക്ക് വരുന്നു. മോഡി അധികാരത്തിലേക്ക് വന്നപ്പോഴേക്കും അദ്ദേഹം BJPയുടെ ആളാകുന്നു, BJPയുടെ ശക്തനായ ഡിഫൻഡറാകുന്നു. പിന്നീട് BJP അദ്ദേഹത്തെ മന്ത്രിയാക്കുന്നു. മന്ത്രിയായതിനു ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കിയാൽ ഈ BJPയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും നയങ്ങളെയും സമീപനങ്ങളെയും അതിശക്തമായി ന്യായീകരിക്കുക. അതുപോലെ IT രംഗവുമായി ബന്ധപ്പെട്ട് BJPയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് IT നയങ്ങൾ മാറ്റിക്കൊണ്ടുവരിക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് മോഡിയുടെ ഏറ്റവും വിശ്വസ്തനായ ഒരു വ്യക്തിയായി നിന്ന് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തേക്ക് പെട്ടെന്ന് വരികയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ BJPയുടെ ഒരു വലിയ ശക്തി കേന്ദ്രം തന്നെയാണ് തിരുവനന്തപുരം. ഈ തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം വരുന്നത് ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിൽ നവാഗതനായിട്ടാണ്. കേന്ദ്രമന്ത്രിയായിരുന്നു, രാജ്യസഭാംഗമായിരുന്നു കർണാടകത്തിൽ. പക്ഷേ അദ്ദേഹം ഒരിക്കൽ പോലും ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ പോലും നേരിട്ടിട്ടില്ല. പക്ഷെ ഇവിടെ അദ്ദേഹം വരുമ്പോൾ തീർത്തും ഇവിടുത്തെ പ്രാദേശികമായ BJPക്കാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഔട്ട്സൈഡറാണ്. അദ്ദേഹവുമായി ആർക്കും അങ്ങനെ ഹൃദയബന്ധം, അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ അദ്ദേഹവുമായിട്ട് എന്തെങ്കിലും കാര്യമായ ബന്ധങ്ങളില്ല. ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ഉടമ എന്നതിനപ്പുറത്ത് യാതൊരു തരത്തിലുള്ള ബന്ധം കേരളവുമായി മൊത്തത്തിൽ തന്നെ ഇല്ല. അപ്പം അങ്ങനെ ഒരാൾ ഇവിടെ വന്നു, അങ്ങനെ അദ്ദേഹം ഇവിടെ ഇലക്ഷനെ നേരിട്ടു. പക്ഷേ വലിയ അത്ഭുതങ്ങളൊന്നും ഉണ്ടായില്ല. നേരത്തെ നമ്മളിവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ BJPയുടെ സംഘടനാ സംവിധാനം മുഴുവൻ ആറ്റിങ്ങലിൽ അവരുടെ കേന്ദ്രമന്ത്രിയായ മുരളീധരന് വേണ്ടി ശക്തമായി ഫോക്കസ് ചെയ്തപ്പോൾ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രചരണം വളരെ ദുർബലമാവുന്നത് നമ്മൾ കണ്ടു. അതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് വ്യാപകമായ അസംതൃപ്തി ഉണ്ടാകുന്നത് കണ്ടു. പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറം ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഈ RSSൻ്റെയും BJPയിലെ മോഡിക്കെതിരായുള്ള വിഭാഗത്തിൻ്റെ ഈ പിടിമുറുക്കലിൻ്റെ ഭാഗമായിട്ട് തന്നെ വേണം കരുതാൻ രാജീവ് ചന്ദ്രശേഖർ ഇപ്പൊ മന്ത്രിസഭയിലേക്ക് ഒരു പ്രവേശനം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടാവും കേന്ദ്രമന്ത്രിസഭയിൽ തുടരാം. ഈ ഇലക്ഷനിൽ തോറ്റാലും മുന്നോട്ട് അവസരങ്ങളുണ്ട്. ഒപ്പം തന്നെ മറ്റേതെങ്കിലും സംസ്ഥാനത്തു നിന്നും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാം. അങ്ങനെ വീണ്ടും മൂന്നാമത്തെ മോദി സർക്കാരിൽ ഒരു നിർണായകമായ ഒരു പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെയായിരിക്കും ജോർജ് കുര്യൻ്റെ പേരൊക്കെ കേട്ടപ്പോൾ ഒരു വലിയ നിരാശയിലെ അദ്ദേഹം പോവുകയും ഒപ്പം തന്നെ താൻ രാഷ്ട്രീയത്തിലേക്കില്ല, സജീവ രാഷ്ട്രീയത്തിലേക്കില്ല, അധികാരത്തിലേക്കില്ല, മന്ത്രിസ്ഥാനത്തേക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പിൻവാങ്ങുന്നൊരു തീരുമാനം എടുക്കുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ന് ഈ സത്യപ്രതിജ്ഞ നടക്കാൻ പോകുന്നു, മൂന്നാമത്തെ സർക്കാർ അധികാരത്തിൽ വരാൻ പോകുന്നു, മൂന്നാമത്തെ മോഡി സർക്കാർ അധികാരത്തിൽ വരാൻ പോകുന്നു. ആ സമയത്ത് തന്നെയാണ്, ഒരു ദിവസം വൈകിച്ചിട്ടല്ല അദ്ദേഹം ഈ കൃത്യമായി തൻ്റെ തീരുമാനം പുറത്തുവിടുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞൊരു 10 കൊല്ലത്തിൽ BJPയിൽ കാണാത്ത തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് നമ്മൾ നോക്കുക. ഇപ്പൊ നേരത്തെ ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞതുപോലെ വലിയ അസർട്ടീവ് പവർ ഒന്നും ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ 10 കൊല്ലത്തോളം നമ്മൾ കാണാത്ത സംഭവങ്ങളൊക്കെ ഈ സമയം BJPക്കകത്ത് സംഭവിക്കുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ട് മുൻപ് രാജീവ് ചന്ദ്രശേഖർ ഞെട്ടിക്കുന്ന തീരുമാനമെടുക്കുകയും പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുകയും ചെയ്തു എന്ന പ്രതികരണം നടത്തുന്നു.